ശ്രീറാം ഫിനാൻസിനെതിരെ പരാതി പ്രവാഹം. കോഴിക്കോട് വടകര ശ്രീറാം ഫിനാൻസ് ശാഖയിൽ നിന്ന് വായ്പ എടുത്തവരുടെയും ജാമ്യക്കാരുടെയും പേരിൽ വ്യാപക സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതായി പരാതി. സിവിൽ സ്കോർ പരിശോധിച്ചപ്പോഴാണ് പലരുടെയും പേരിൽ അവരറിയാതെ ലക്ഷങ്ങളുടെ വായ്പകൾ നിലനിൽക്കുന്നതായി കണ്ടെത്തിയത്. സംഭവത്തിൽ വടകര പോലീസ് സ്റ്റേഷനിൽ മാത്രം 10 പരാതികൾ ലഭിച്ചു. കോഴിക്കോട് വടകര അഴിത്തല സ്വദേശി അയൂബ് 2024 ഒക്ടോബറിൽ ഓട്ടോറിക്ഷ വാങ്ങാൻ 1,95,000 രൂപ വായ്പ എടുത്തിരുന്നു. വായ്പ കൃത്യമായി തിരിച്ചടിച്ചെങ്കിലും സിവിൽ സ്കോർ പരിശോധിച്ചപ്പോൾ 4 വായ്പകളിലായി 18,85,000 രൂപ കുടിശ്ശികയുള്ളതായി കണ്ടെത്തി. ആയഞ്ചേരി സ്വദേശി അഭിനന്ദിന്റെ പേരിലും സമാനമായ തട്ടിപ്പ് കണ്ടെത്തി. ബന്ധുവിന്റെ വാഹന വായ്പയ്ക്ക് ജാമ്യം നിന്നിരുന്ന അഭിനന്ദ് വായ്പ പൂർണ്ണമായും അടിച്ചു തീർത്തിരുന്നു. എന്നാൽ പുതിയ വാഹനം വാങ്ങാൻ സിവിൽ സ്കോർ പരിശോധിച്ചപ്പോഴാണ് 2024 ഏപ്രിൽ മുതൽ തന്റെ പേരിൽ 3.75 ലക്ഷം രൂപയുടെ വായ്പ നിലനിൽക്കുന്നതായി കണ്ടെത്തിയത്. ഞാൻ ഇപ്പോൾ എൻ്റെ പേരിൽ എടുക്കാത്ത ലോണാണ്. ഇപ്പോൾ ഗൂഗിൾ പേയിൽ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കാണുന്നത്. എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു 3.75 ലോണായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ അന്വേഷിച്ച ഓരോ പറഞ്ഞാൽ അത് എല്ലാവർക്കും വരുന്ന സംഗതിയാണെന്നാണ് അവർ പറയുന്നത്. പുള്ളി അത് 7 ദിവസം കൊണ്ട് ഇത് ചെയ്തുതരാൻ പറഞ്ഞിട്ടുണ്ട്. പരാതിയായിട്ട് നമ്മൾ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇടപാടുകൾ ഇല്ലാത്തവരുടെ പേരിൽ പോലും അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വായ്പയെടുത്ത സംഭവത്തിൽ തൊട്ടിൽപ്പാലം, പേരാമ്പ്ര, താമരശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മറ്റു ബാങ്കുകളിലെയോ ധനകാര്യ സ്ഥാപനങ്ങളിലെയോ വായ്പക്കായി സമീപിക്കുമ്പോഴാണ് പലരും തങ്ങളുടെ പേരിൽ വൻ ബാധ്യത നിലനിൽക്കുന്ന വിവരം അറിയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വാർത്തകൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്ത സമയത്ത് സിവിൽ സ്കോർ നോക്കിയതാണ്. നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ 4 ലോണ്, ഞാൻ എടുക്കാത്ത 4 ലോണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് കാണിക്കുന്നത്, ആക്റ്റീവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ 4 ലോണിന് കൂടിയിട്ട് 18,85,000 രൂപയാണ് ആ കാണിക്കുന്നത്. ഞാൻ നിലവിലൊരു ലോൺ എടുത്തിട്ടുണ്ട് 1.95. അപ്പോൾ അത് കൃത്യമായിട്ട് അടച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ലോൺ അടച്ച് പകുതിയോളായിരിക്കും. അതിനുശേഷമാണ് ഈ സാധനം കൂടി കാണുന്നത്. അപ്പോൾ ഞാൻ വടകര സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉചിതമായ നടപടി അവർ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, കോഴിക്കോട്.